ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് അല്ലൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ പായസം വെക്കുന്നു, പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആരെയും വിളിക്കുന്നൊന്നുമില്ല, കാരണം നമ്മളിവിടെ ഉത്തർപ്രദേശിലാണ് ഉള്ളത്. പിന്നെ ഭയങ്കര തണുപ്പുമാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു ഫംഗ്ഷൻ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ താമസിക്കുന്ന ഭാഗമൊക്കെ ചെറുതാണ് എന്ന് വെച്ചാൽ വീടൊക്കെ തീരെ ചെറുതും കാര്യങ്ങളൊക്കെയാണ്. അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ നടത്താൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. എൻ്റെ മുടി കളയുന്ന ഒരു വീഡിയോ ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തുനിന്ന് യൂട്യൂബുകാർ എൻ്റെ അടുത്ത് പറഞ്ഞ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കുട്ടിയുടെ തലയിൽ ബ്ലേഡ് വെച്ചതുകൊണ്ട് അത് റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കേട്ടോ. അവരെന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ അതിലുണ്ടായിരുന്ന കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അല്ലൂട്ടൻ്റെ 28 കെട്ട് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ചടങ്ങാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുടിയൊക്കെ കളഞ്ഞ് അവനെ കുളിപ്പിച്ച് സുന്ദരനാക്കി ചരടൊക്കെ കെട്ടി, പിന്നെ നമ്മളിതാ പൗഡർ ആദ്യം തന്നെ നമ്മുടെ മേക്കു ഒരു ലോഡ് കൊട്ടിട്ട് കൊടുത്തു കേട്ടോ അവൻ്റെ മേൽ. പിന്നെ അത് തുടച്ച് കളയാൻ വേണ്ടി കുറച്ച് പാടെടുത്തു. പിന്നെ അത് തുടയ്ക്കാൻ വേണ്ടി തുണി കൊണ്ടുവന്നപ്പോൾ തന്നെ അവൾ തുടച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അവസാനം ഒരു വിധത്തിലാണ് അവളുടെ കയ്യിൽ നിന്ന് തുണി നമ്മൾ മേടിച്ചത്. അവളും കുഞ്ഞല്ലേ, അവൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ അവന് ഇതാ കുപ്പായൊക്കെ ഇട്ട് കൊടുത്തു, അവനെ സുന്ദരനാക്കി എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ടെന്ന് മാത്രം. അപ്പോൾ നമുക്ക് നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിലോട്ട് പോയാലോ? അപ്പോൾ അതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു കൊല്ലം എങ്ങനെയാണ് പറന്നു പോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല കേട്ടോ. നമ്മുടെ മക്കളൊക്കെ പെട്ടെന്നാണല്ലേ വലുതാവുന്നത്. നമ്മൾ പറയില്ലേ, അവർ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്കിപ്പം ഇപ്പോഴും മേക്കോനെ മിസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് അവളെ തന്നെ നേരം പോലെ എടുക്കാനും വെക്കാനും ഒന്നും പറ്റിയിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ തന്നെയാണ് അവളെ നോക്കിയിരുന്നതൊക്കെ എന്നുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട്. കാരണം മടിയിലിരുത്താനും ഒക്കെ പറ്റാണ്ട് ബുദ്ധിമുട്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടെയാണ് കേട്ടോ. അവർ തമ്മിലുള്ള ക്യൂട്ടായിട്ടുള്ള മൊമെൻറ്റ്സ് കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം എന്ന് തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഒരു വലുതാവും തോറും അങ്ങനെയല്ലേ, കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ ഇതാ ബർത്ത്ഡേ വ്ളോഗിലേക്ക് നമ്മൾ എത്തിയിട്ടോ. ഇപ്പോൾ രാവിലെയാണ്. ഇപ്പോൾ ഞാൻ ബർത്ത്ഡേ വിഷസൊക്കെ പാടിയിട്ടാണ് കേട്ടോ രണ്ടുപേരെയാണ് എണീപ്പിച്ചത്. അവൻ്റെ അടുത്ത് പാടുന്ന കേട്ടപ്പോൾ തന്നെ അവളും കൂടെ എണീറ്റു കേട്ടോ, ചാടി എണീറ്റു. രണ്ടുപേരും കൂടെ കളി തുടങ്ങി. അപ്പോൾ ആൾ എന്താണോ എന്നറിയില്ല, അവന് ആകെ നാണം വന്നിട്ട് അവന് പിന്നെ അവിടെ തന്നെ കിടന്ന്, പിന്നെ അവളും പോയി കിടന്ന് കൂട്ടത്തിൽ. രണ്ടുപേരും കൂടെ കുറച്ച് നേരം കിടന്ന് നമ്മൾ അതൊക്കെ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കായിരുന്നു എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെ. അതിൻ്റെ ഇടയിൽ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ കേക്ക് നമ്മൾ ഓർഡർ ചെയ്തത് ഇതായിരുന്നു കേട്ടോ, ഫുൾ കളർഫുള്ളാണ്. അപ്പോൾ ഇതാ നമ്മൾ വൈകുന്നേരമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെ എല്ലാ ഡെക്കറേഷൻ്റെ സാധനങ്ങളും ഓർഡർ ചെയ്ത് വാങ്ങി എല്ലാം വീർപ്പിച്ചുണ്ടാക്കി. പിന്നെ ബാക്കിയുള്ളതൊക്കെ കെട്ടിത്തൂക്കലൊക്കെ ഹസ്ബൻഡായിരുന്നു കേട്ടോ. പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തു, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഫോട്ടോ എടുത്ത്, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു എന്ന് വേണം പറയാൻ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും എന്നൊക്കെ പറയാൻ വേണ്ടി. അപ്പം ഇനി കുട്ടികളുള്ളപ്പോൾ ഈ ഒരു തീപ്പൊരി കണ്ടിട്ട് ഇനി വീണ്ടും യൂട്യൂബിൻ്റെ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന് എനിക്ക് നല്ലൊരു സംശയമുണ്ട് കേട്ടോ. എന്നാലും നമ്മളിത് അടിച്ച് പൊളിച്ച് ഉള്ളതൊക്കെ വെച്ച് മേക്കുന് ഭയങ്കര സന്തോഷമായിട്ടോ ഇതൊക്കെ കണ്ടപ്പോഴത്തേനും. അവൾ ഭയങ്കര കൈകൊട്ടൊക്കെ ആയിരുന്നു. നമ്മൾ തന്നെ ഹാപ്പി ബർത്ത്ഡേ പാടി, നമ്മൾ തന്നെ കേക്ക് കട്ട് ചെയ്തിട്ടോ. പിന്നെ അല്ലൂട്ടൻ ഇതെന്താണെന്നൊന്നും മനസ്സിലാവേണ്ട, ആകെ അന്തമിട്ട് കുന്തം വിഴുങ്ങി നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കേക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം മോളുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് നമ്മളിവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് കേക്ക് മേടിച്ചപ്പോഴത്തേനും അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതും എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. വലിയ കുഴപ്പമില്ല എന്ന് മാത്രം, പക്ഷേ ഭയങ്കരമായിട്ട് ക്രീമും കളറൊക്കെ കൂടുതലാണ്. പക്ഷെ ഒരു ഭംഗിയുള്ള കേക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളത് വാങ്ങിയത്. പിന്നെ മോന് നമ്മളധികം കേക്ക് അങ്ങനെ കൊടുക്കില്ലല്ലോ, ഒരു നുള്ളൊക്കെ അല്ലേ വായിൽ വെച്ച് കൊടുക്കുള്ളൂ, മധുരം കൊടുക്കാനായിട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ആ കേക്ക് കട്ട് ചെയ്ത് മോന് വെച്ച് കൊടുക്കുന്ന സമയം കൊണ്ട് അതിൻ്റെ മുകളിലിരിക്കണ ഒരു ബട്ടർഫ്ലൈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് പിക്കൽ കേട്ടോ. അത് മോളെ അടിച്ച് മാറ്റി നക്കാൻ തുടങ്ങി കേട്ടോ. അത് കടിച്ച് തിന്നുമെന്ന് പോലെ എനിക്ക് പേടിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു പേപ്പറാണ് കേട്ടോ. അപ്പം അവളാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് തിന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് അറിയില്ലല്ലോ, അവളുടെ മുടിയൊക്കെ കണ്ടില്ലേ, ഫുൾ കളർഫുള്ളായിട്ടില്ലേ. അവൾക്ക് ഇഷ്ടപ്പെട്ട ക്ലിപ്സൊക്കെ കുത്തി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓരോ നുള്ളു വീതം അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവളോട് മേക്കുവിനോട് എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ മേക്കു എടുത്ത് സ്വന്തമായിട്ട് തിന്നിട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഒരു തുണ്ട് അവൻ്റെ വായിൽ വെച്ച് കൊടുത്ത്. പിന്നെ അത് അവളുടെ വായിൽ വെച്ച് കൊടുക്കുക ചെയ്തത്. ഞങ്ങളാണെങ്കിൽ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ചിരിച്ചു പോയി.
പിന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലാണെങ്കിൽ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തേനെ. പിന്നെ അതിൻ്റെ മുകളിൽ ഇരുന്നിരുന്ന ബോളെടുത്ത് അവൾ കടിച്ചു നോക്കിയിട്ടോ, പക്ഷെ അതും പ്ലാസ്റ്റിക് ആയിരുന്നു ഗൈസ്. പിന്നെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഈ കളർ തേച്ചിട്ട് വെച്ചേക്കാണ്. 2 ബോൾസ് ഉണ്ടായിരുന്നു, 2 ബോൾസും പ്ലാസ്റ്റിക് ആയിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിലാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് കേക്കൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ആയിരുന്നപ്പോൾ നമ്മൾ കിട്ടിയ കേക്ക് നോക്കി മേടിക്കുക അങ്ങനെ ചെയ്ത. പിന്നെ അങ്ങനെ ഒരുപാട് പ്ലാനിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മളുള്ളത് കൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.